മക്കളെ, ഇന്ന് നമുക്ക് ബോൺസായി എന്ന കവിതയിലെ മീനിങ് നോക്കാം. ബോൺസായി എന്ന കവിത എഴുതിയിരിക്കുന്നത് സുധാ ഉപാധ്യായാണ്. സുധാ ഉപാധ്യായ്. ബോൺസായി എന്ന കവിതയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, പ്രകൃതിയിൽ നിന്നും വേർപെട്ട് ജീവിക്കുന്ന ആളുകളെയും അതുപോലെ തന്നെ സ്വന്തം സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന ആളുകളുടെയും ഒരു പ്രതീകമായിട്ടാണ് സുധാ ഉപാധ്യായ് ബോൺസായി എന്ന കവിത ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം തട്ടിയെടുത്ത് ജീവിക്കുന്ന ആളുകളെ പരിഹസിക്കുക കൂടി ഈ കവിതയിൽ ചെയ്യുന്നു. അടിമത്തം അനുഭവിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകൾ പരാമർശിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഈ കവിതയിൽ. അടിമത്തം അനുഭവിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ കൂടി ഈ കവിതയിലൂടെ വ്യക്തമാക്കാൻ വേണ്ടി സുധാ ഉപാധ്യായ് ആഗ്രഹിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ മീനിങ് നോക്കാം. ബോൺസായി. ബോൺസായി എന്ന് പറഞ്ഞാൽ ബോൺസായി തന്നെയാണ്. ആങ്കൺ മുറ്റം, ലഗാന നടുക, ഗമല ചെടിച്ചട്ടി, സജാന അലങ്കരിക്കുക, ഹർ ഓരോ, ഹസറത്ത് താൽപ്പര്യം, തബ്ദീൽ ഹോന മാറുക, കർവട്ട് മാറ്റം, അബ് ഇപ്പോൾ, ഫിർ പിന്നീട്, ഉഗാടന പിഴുതെടുക്കുക, ഫേങ്ന എറിയുക, ഗൂര ചപ്പു ചവറുകൾ, ജഡ് വേര്, ഫൈൽന വ്യാപിക്കുക. ഇത്രയാണ് ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് മീനിങ് വരുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയാണ്. ക്വസ്റ്റ്യൻ ആൻസറും ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയുമാണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.